ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. കാണാനൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുതുമയുള്ള ഐറ്റം തന്നെയാണ് ഇന്നും പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ചിക്കന് പകരം വേണമെങ്കിൽ ചെമ്മീൻ വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇതിനായിട്ട് 50 ഗ്രാം ചിക്കന്, എല്ലില്ലാത്ത ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ മുളക് പൊടി ആയാലും കുഴപ്പമില്ല, നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ചിക്കന് നല്ലൊരു കോട്ടിംഗ് ആയിട്ട് നിൽക്കാൻ വേണമെങ്കിൽ 1 ടീസ്പൂൺ മൈദപ്പൊടിയും 1/2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് ഈർക്കിളോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ റെഡിയാക്കി വെക്കണം. ഇനി ഒരു വലിയ പൊട്ടാറ്റോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കനം കുറഞ്ഞ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കിഴങ്ങ് ഓരോന്നായിട്ട് എടുത്തിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കിഴങ്ങും ചിക്കനൊക്കെ ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. പിന്നെ കിഴങ്ങും ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയത് കാരണം പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ ഇതുപോലെ ചെയ്യുമ്പോൾ കിഴങ്ങിന് കാണാനൊരു ഭംഗിയും ഒരു കോട്ടിങ്ങൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടിയും അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ലൂസായിട്ടൊരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കിയെടുത്തിട്ടും ചെയ്യാം. അതുപോലെ തന്നെ ചിക്കനും ഒരു കോട്ടിങ്ങൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മൈദപ്പൊടിയും കോൺഫ്ലവറും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ മിക്സാക്കിയിട്ട് നേരത്തെ ചെയ്ത മാരിനേഷനിലേക്ക് അതും കൂടെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കോട്ടിംഗ് ആയിട്ടൊക്കെ നിൽക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് 2 ഭാഗവും വെന്ത് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെയാവുമ്പോൾ ചിക്കനൊക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് കിഴങ്ങും പാകത്തിന് തന്നെ വെന്ത് വരികയും ചെയ്യും. അപ്പോൾ ചിക്കനും കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനും പൊട്ടാറ്റോ ഒക്കെ ആയത് കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ സെർവ് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.